PV തിയേറ്റേഴ്സ് ചങ്കാഭിമാനത്തോടെ കാഴ്ചവയ്ക്കുന്ന ഏറ്റവും പുതിയ നാടകം പൊതിച്ചോറ്. എന്തൊരു മാമാ ചുമ്മാ പൊതിച്ചോറുമായി കൺമണി എൻ്റെ മുന്നിൽ ചിരി തൂകി നീ നിന്നുവോ, എന്നിലെ ജീവനെ ശരശയ്യയാക്കാതെ പൊതിച്ചോറിനാൽ കാത്തു നീ. ഓ ഓ വയ്യ മാമാ വയ്യ വയ്യ. എടാ പ്രാട്ടിയെ, എന്തിനാമാ ബൈക്ക് എവിടെ അപ്പുകുട്ടനായരെ വീട്ടിന്റെ നടയിൽ ആളും ബഹളവും അതിന്റെ ഇടയിൽ നീ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ലടാ മാമ അപ്പുക്കുട്ട മാമന് പെട്ടെന്നൊരു നെഞ്ചുവേന വന്നു മാമ. അയ്യോ ആശുപത്രി കൊണ്ടുപോയില്ലടാ. ഞാൻ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. നൊട്ടി എന്ത് മരുന്ന് നൊട്ടിയൊന്നും ഇല്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എന്തിനാ മാമ? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രക്ഷപ്പെടും മാമ. അത് പണ്ടടാ, ഇപ്പൊ മരുന്നും കെടുകൂടിയൊന്നും ഇല്ലല്ലേ. നിങ്ങൾ പറഞ്ഞാക്കി പറ. ഈ ആംബുലൻസിൽ അപ്പുക്കുട്ട മാമനെ കയറ്റിയത് വണ്ടി അങ്ങ് കയറി ചെറുത്തളഞ്ഞു. ആരടാ ചേർത്തത്? ആര് ചേർത്തത്? നമ്മളെ ഏരിയ സെക്രട്ടറി തങ്കരായണ്ണയില്ലേ, തങ്കരായണ്ണൻ കയറി ചെറുത്തളഞ്ഞു മാമ. എന്തൊരു കാര്യം വന്നാലും അമ്മാരൊക്കെ ചെറുപ്പല്ലേ അറിയാവൂ. മാമ ഇത് നല്ല കാര്യത്തിലാണ് ചേർത്തത്. എന്താടാ നല്ല കാര്യം? തങ്കരായണ്ണ ഫോൺ എടുത്ത് ഇങ്ങനെ അങ്ങ് വിളിച്ചു. ആരെ എവിടെ വിളിച്ചേ? കൊല്ലത്ത്. എന്താ മാമ ഇതെല്ലാം കൂടി 10 മിനിറ്റ് വിളിയുള്ളായിരുന്നു. പറഞ്ഞു നാക്കെടുത്തില്ല മാമ. വണ്ടി വന്നതാ ഇവിടെ നിന്ന്. എന്ത് 10 മിനിറ്റ് കൊണ്ട് കൊല്ലത്തുനിന്ന് എങ്ങനെ വണ്ടി പറഞ്ഞത്? മാമ അതിനല്ലേ നമ്മളെ കൈ അയച്ചു വരിക്കണത്. എന്റെ റൈറ്റ് വരിക്കും നിങ്ങളെ കൈ. മാമ ഹെലികോപ്റ്റർ കിടക്കല്ലേ നമ്മളെ കയ്യില്. ഓ ഒരു പ്രയോജനം ഇല്ലാതെ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുകയല്ലേ. എന്നിട്ട് മാമ ഹെലികോപ്റ്റർ വന്ന സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് നിന്നില്ല, ഇങ്ങനെ നിൽക്കാണ്. അതിന് ഒരാൾ ചാടി അങ്ങ് ഇറങ്ങി മാമ. നമ്പിച്ചാരായിരിക്കും. ചിന്തേച്ചി. ആരെ മാമ നമ്മളെ ചിന്താചെറവില്ലേ, ചിന്താചെറവ്. ചാടി അങ്ങ് ഇറങ്ങി മാമ. അതെന്തിനാ ചാടി ഇറങ്ങിയത്? വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയാ പോലെ. സമാധാനമില്ല. കയ്യിലാണെങ്കിൽ ഒരു പൊതി ഉണ്ടായിരുന്നു മാമ. ഗുളിയായിരിക്കും, ഗുളിയ. നേരെ കൊണ്ട് പൊതി കൊണ്ട് അങ്ങ് നൂത്തങ്ങ് വച്ചു. ഉരുട്ടി അപ്പുക്കുട്ട മാമന്റെ വാക്കത്തങ്ങ് വെച്ചോളൂ. അയ്യോ ഗുളിയ എന്തിനാടാ ഉരുട്ടി കൊടുക്കുന്നത്? മാമ ഗുളിയല്ല, പിന്നെ ചോറ്. ചോറാ മാമ? പൊതിച്ചോറ്. അതെന്താടാ തിരുവനന്തപുരത്ത് പോയി ചോറ് കിട്ടൂലേ? തിരുവനന്തപുരത്ത് പോയി ചോറ് പൊതിക്കുന്നു സാധനം അങ്ങ് തീരെയല്ലേ. പിന്നെ കൊല്ലത്താ മാമ അവിടെ ഒരെണ്ണം മിച്ചം ഉണ്ടായിരുന്നു മാമ. ആ മിച്ചം ഉള്ളത് അപ്പുകുട്ടനാരെ ഭാഗ്യം. ഇത് തിന്ന് തീർന്നതും അപ്പുക്കുട്ട മാമ സടകുടായിട്ട് എണീക്കും മാമ. പിന്നെ പൊതിച്ചോറ് തടകുടാന്ന് ഇരിക്കാത്ത ആരുണ്ട്? ഓടി ഒന്ന് ചിന്തേച്ചി തൊഴുതിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, എന്റെ ജീവരക്ഷിച്ച് തങ്കക്കുടമേ, നീയാണ് എന്റെ ദൈവം, നീയാണ് എന്റെ ദൈവം, നീയാണ് എന്റെ ദൈവം. അയ്യോ ആര് പിന്നെ വിളിക്കാത്തത്? നിങ്ങൾ ചിന്തേച്ചിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഫോട്ടോയില് കൂടെ ഒക്കെ കണ്ടിട്ടുള്ളൂ. മാമ ചിരിച്ച മുഖത്തോടെ അല്ല ചിന്തേച്ചി കാണാറില്ല. അയ്യോ അത്രേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് അന്നത്തെ ദിവസം പൊട്ടിക്കരഞ്ഞു മാമ, പൊട്ടിക്കരഞ്ഞു ചിന്തേച്ചി. അയ്യോ അതെന്തരെന്നറിയാം? എന്തിനാ? ഒരാളിന്റെ ജീവൻ രക്ഷിച്ചല്ലേ, അതിന്റെ ആനന്ദ കണ്ണീരാണടാ. ഇതൊന്നും അല്ല അമ്മ വിശേഷം. പിന്നെ ചിന്തേച്ചി കരയണം കണ്ടോണ്ട് അവിടെ നിന്ന് കൂടി ജനങ്ങൾ എല്ലാവരും കരഞ്ഞു. എല്ലാവരും കരയോടാ, എല്ലാവരും കരയും. ഞാനും കരഞ്ഞു മാമ. അയ്യോ നീയും കരഞ്ഞാടാ? നിങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ കരഞ്ഞു പോയനാമ. ഞാൻ വരാത്തത് എന്റെയും അപ്പുകുട്ടനായരെയും ഭാഗ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോക ചരിത്രത്തില്, ലോക മെഡിസിനില് പൊടിച്ചോറ് കൊണ്ട് ജീവൻ രക്ഷിക്കാന്ന് തീരുമാനിച്ച ഒരേ ഒരു വ്യക്തിയെ ഉള്ളതാ. അതാരോ നമ്മളെ ചിന്ത. നമ്മളെ ചിന്ത. തന്നെ. വാ